പതിറ്റാണ്ടിലേറെയായി നീണ്ട തന്റെ ഔദ്യോഗിക ജീവിതത്തിൽ ഇന്ത്യൻ ഗവൺമെന്റിലും കേരള സംസ്ഥാന സർക്കാരിലും സുപ്രധാന ചുമതലകൾ വഹിച്ച പേര് VP ജോയ്. കേരളത്തിന്റെ ചീഫ് സെക്രട്ടറിയായി 2021 ചുമതലയേറ്റ അദ്ദേഹത്തിന്റെ സേവനം കേരളത്തിലെ ഭരണ സംവിധാനത്തെ മെച്ചപ്പെടുത്തുവാനും പൊതുസേവനങ്ങളിലെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുവാനും നിർണായകമായിരുന്നു. Let's welcome former Chief Secretary of Kerala VP Joy to the stage for felicitation and award distribution. ശ്രീ VP ജോയി IAS. എറണാകുളം സ്വദേശിയായ ശ്രീ VP ജോയി IAS കേരളത്തിന്റെ മുൻ ചീഫ് സെക്രട്ടറിയും അറിയപ്പെടുന്ന കവിയുമാണ്. 2021 മാർച്ചിലാണ് സംസ്ഥാനത്തെ 47ാമത് ചീഫ് സെക്രട്ടറിയായി VP ജോയി സ്ഥാനമേറ്റത്. ജോയ് വാഴയിൽ എന്ന പേരിൽ കവിതകൾ എഴുതുന്ന ഇദ്ദേഹം വിക്രം സാരാഭായ് സ്പേസ് സെന്ററിൽ നിന്നാണ് ഔദ്യോഗിക ജീവിതം തുടങ്ങിയത്. കേന്ദ്ര ക്യാബിനറ്റ് സെക്രട്ടേറിയറ്റിൽ സുരക്ഷ, ഏകോപനം എന്നിവയുടെ ചുമതലയുള്ള സെക്രട്ടറിയായും ഇദ്ദേഹം പ്രവർത്തിച്ചു. ശ്രീ VP ജോയി IASന് ബ്രില്യന്റ് മെഡിക്കൽ വിക്ടറി ഡേയിലേക്ക് സ്വാഗതം. ബഹുമാന്യായ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശ്രീമതി R. ബിന്ദു, വേദിയിലുള്ള കൊച്ചിൻ ഷിപ്പ്യാർഡ് CMD ശ്രീ മധു S. നായർ ഉൾപ്പെടെയുള്ള വിശിഷ്ടാതിഥികളെ, പാലാ ബ്രില്യൻ സ്റ്റഡി സെൻ്ററിൻ്റെ ഡയറക്ടർമാർ, ഈ വർഷം വളരെ പ്രശസ്ത നിലയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾ, രക്ഷകർത്താക്കൾ, സുഹൃത്തുക്കളെ, വളരെയധികം സന്തോഷകരമായ ഒരു അനുഭവമാണ് നമ്മുടെ സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഈ ചടങ്ങ് നൽകുന്നത്. അഖിലേന്ത്യാ മത്സര പരീക്ഷയിൽ, മെഡിക്കൽ പരീക്ഷയിൽ നമ്മുടെ സംസ്ഥാനത്തെ വിദ്യാർത്ഥികൾ അഭൂതപൂർവമായ വിജയമാണ് ഈ വർഷം കൈവരിച്ചിരിക്കുന്നത്. അതിൻ്റെ പിറകിൽ ബ്രില്യൻ സ്റ്റഡി സെൻ്ററിൻ്റെ വളരെ കാലത്തെ അനുഭവ പരിചയവും അവിടുത്തെ അധ്യാപകരുടെ വളരെ നിസ്തന്ത്രമായ പ്രവർത്തനവും ഉണ്ട്. എൻ്റെ മകൾ അവിടെ ഒരു 10-14 കൊല്ലം മുമ്പ് സ്കൂൾ പഠനകാലത്ത് ബ്രില്യൻ സ്റ്റഡി സെൻ്ററിൽ പഠിച്ചിരുന്നു. അതിനുശേഷം ആണ് മെഡിക്കൽ പഠനത്തിന് ചേരാനിടയായത്. അന്നു മുതൽ ബ്രില്യൻ സ്റ്റഡി സെൻ്ററിൻ്റെ പ്രവർത്തനങ്ങൾ എനിക്ക് വളരെ അടുത്തറിയാവുന്നതാണ്. വളരെയധികം ആത്മാർത്ഥതയോടെ പുതിയ പുതിയ സ്റ്റഡി മെറ്റീരിയൽസ്, പുതിയ സാങ്കേതികവിദ്യ ഉപയോഗിച്ചുള്ള ആപ്പ് ഇതെല്ലാം ഉണ്ടാക്കി നമ്മുടെ കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് അഖിലേന്ത്യാ തലത്തിൽ അവസരങ്ങൾ നൽകുവാൻ പ്രയത്നിക്കുന്ന ഈ സ്ഥാപനം തീർച്ചയായിട്ടും നമ്മുടെ എല്ലാം അഭിനന്ദനം അർഹിക്കുന്നു എന്നതിന് സംശയമില്ല. ഇതുപോലെ നല്ല നല്ല സ്ഥാപനങ്ങൾ ഉള്ളതുകൊണ്ടാണ്, അങ്ങനെ ഒരു അന്തരീക്ഷം ഉള്ളതുകൊണ്ടാണ് നമുക്ക് വളരെ തിളക്കമാർന്ന രീതിയിൽ അഖിലേന്ത്യാ തലത്തിൽ ഈ പരീക്ഷയിൽ മാത്രമല്ല, എഞ്ചിനീയറിംഗ് ആയാലും അല്ലെങ്കിൽ സിവിൽ സർവീസ് ആയാലും മറ്റേത് മത്സര പരീക്ഷയാണെങ്കിലും ഇപ്പോൾ കേരളം വളരെ ഒരു പ്രധാന ശക്തിയായി തന്നെ മാറിയിരിക്കുകയാണ്. എല്ലാ പരീക്ഷകളിലും നമ്മുടെ കുട്ടികൾക്ക് മുൻപന്തിയിൽ തന്നെ ഉയർന്ന വിജയം നേടാൻ കഴിയും എന്നൊരു ആത്മവിശ്വാസം ഇവിടെ വളർന്നു കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് കേരളത്തിൽ വന്ന് പഠിക്കുക, ഈ കാര്യങ്ങൾ, ഈ പരീക്ഷകൾക്കെല്ലാം വളരെ തയ്യാറെടുക്കാൻ സാധിക്കും. പണ്ട് ഇതൊക്കെ ഇങ്ങനെയുള്ള പരീക്ഷകൾക്ക് തയ്യാറെടുക്കണമെങ്കിൽ സംസ്ഥാനത്തിന് പുറത്തു പോയാൽ മാത്രമേ സാധിക്കുമായിരുന്നുള്ളൂ എന്നൊരു അവസ്ഥയുണ്ടായിരുന്നു. ഇപ്പോൾ അത് മാറിയിരിക്കുകയാണ്. സംസ്ഥാനത്തിന് പുറത്ത് ഉള്ള മലയാളി വിദ്യാർത്ഥികൾ ഉൾപ്പെടെ പലരും കേരളത്തിലേക്ക് തന്നെ വന്ന് ഇവിടെ വന്ന് പഠിക്കാനുള്ള ഒരു അന്തരീക്ഷം സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. അത് ഭാവിയിലും നമുക്ക് ഈ മേഖലയിൽ വളരെ ഉയർന്ന വിജയം നേടാനായിട്ട് സാധിക്കും, അല്ലെങ്കിൽ അതിന് സഹായിക്കും എന്നതിന് സംശയമില്ല. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇവിടെ ഇരിക്കുന്ന വിദ്യാർത്ഥികളാണ് എന്ന് നമുക്കെല്ലാം അറിയാം. അവരുടെ പ്രയത്നമാണ് ഇവിടെ പൂവണിഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത്രയും നല്ല രീതിയിൽ കഠിന പരിശ്രമത്തിലൂടെ ഈ നേട്ടം കയ്യെത്തിപ്പിടിച്ച ഇവിടെ ഇരിക്കുന്ന ഓരോ വിദ്യാർത്ഥിയെയും ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. അതോടൊപ്പം തന്നെ അവരുടെ മാതാപിതാക്കളും, പിറകിൽ മാതാപിതാക്കളുടെ ഒരു പിന്തുണ, അതില്ലാതെ കുട്ടികൾക്ക് ഈ നേട്ടത്തിൽ എത്തിച്ചേരാൻ സാധിക്കുകയില്ല എന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ മാതാപിതാക്കളും അധ്യാപകരും, അവർ പഠിച്ച സ്കൂളുകൾ, അവിടുത്തെ ഉള്ള അധ്യാപകർ, പിന്നെ മൊത്തത്തിൽ എല്ലാവരുടെയും ഒരു സഹകരണം അത് അവരെ കൂടുതൽ പ്രയത്നത്തിലേക്ക് പ്രചോദിപ്പിച്ചിട്ടുണ്ടാവും. അത്
ഈ പട്ടം പറപ്പിക്കുന്ന കുട്ടി പോലെ, പട്ടം കുട്ടിയാണ് പറപ്പിക്കുന്നതെങ്കിലും കുട്ടി പറയുന്നത് ഞാനാണ് പറപ്പിക്കുന്നതെന്നാണ്. പക്ഷേ പട്ടത്തിൽ കെട്ടിയിരിക്കുന്ന ചരട് പറയുന്നത് ഞാനാണ് അത് ചെയ്യുന്നതെന്നാണ്. കാരണം ചരട് മുറിച്ച് കളഞ്ഞാൽ പിന്നെ പട്ടം പറക്കുകയില്ല. പട്ടത്തിൻ്റെ വാല് പറയുന്നത് ഞാനാണ് ഈ പട്ടം പറപ്പിക്കുന്നതെന്നാണ്. കാരണം വാൽ പോയി കഴിഞ്ഞാൽ ദിശ നഷ്ടപ്പെട്ട് പട്ടം പറക്കാതെയാകും. ഇനി അവിടെയുള്ള കാറ്റ് പറയുന്നത് ഞാനാണ് ഈ പണി ചെയ്യുന്നതെന്നാണ്. കാരണം കാറ്റില്ലെങ്കിൽ പട്ടം പറക്കുന്ന പ്രശ്നമേ ഇല്ല. അപ്പം ഇവരെല്ലാവരും ചേർന്നാണ് പട്ടം പറപ്പിക്കുന്നത് എന്നതുപോലെ വിദ്യാഭ്യാസത്തിൻ്റെ ഈ പട്ടം പറക്കുന്നത് കുട്ടികൾ, തീർച്ചയായിട്ടും കുട്ടികളാണ് പറപ്പിക്കുന്നത്. പക്ഷേ അതിൻ്റെ കൂടെ അധ്യാപകരും രക്ഷകർത്താക്കളും ഇതുപോലുള്ള സ്റ്റഡി സെൻറ്ററിൽ പ്രവർത്തിക്കുന്ന ആളുകളും എല്ലാം ഉണ്ട് എന്നതാണ് വാസ്തവം. അപ്പം അങ്ങനെ എത്തിപ്പിടിച്ച ഈ വിജയത്തിന്, വളരെ മാധുര്യമുള്ള ഈ വിജയത്തിന് നിങ്ങളെ ഓരോരുത്തരെയും ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ വിജയം എന്ന് പറയുന്നതിന് വേറെ പല മാനങ്ങളുണ്ടെന്ന് നിങ്ങൾക്കെല്ലാം അറിയാം. സക്സസ് ഈസ് നോട്ട് ഫൈനൽ, ഫെയിലിയർ ഈസ് നോട്ട് ഫെയ്റ്റൽ, ഇറ്റ് ഈസ് എ കറേജ് ടു കണ്ടിന്യൂ ദാറ്റ് കൗണ്ട്സ് എന്ന് വിൻസ്റ്റൺ ചർച്ചിൽ പറയുകയുണ്ടായി. വിജയം എന്ന് പറയുന്ന അവസാന വാക്കല്ല. എ ജേണി ഓഫ് 1000 മൈൽസ് സ്റ്റാർട്ട് വിത്ത് 1 സ്റ്റെപ്പ് എന്നാണ് പറയുന്നത്. അപ്പം അതുകൊണ്ട് വളരെ ദീർഘമായിട്ടുള്ളൊരു യാത്രയുടെ തുടക്കത്തിലെ ഒരു സ്റ്റെപ്പിൽ കയറി എന്നേ ഇതിന് അർത്ഥമുള്ളൂ. പ്രത്യേകിച്ച് മെഡിക്കൽ പഠനമാകുമ്പോൾ വളരെ ദീർഘമായിട്ടുള്ള ഒരു യാത്രയാണ് നിങ്ങൾ കാലെടുത്ത് വയ്ക്കുന്നത്. ആ ദീർഘയാത്ര വളരെ സമൂഹത്തിന് നിങ്ങൾക്കും പ്രയോജനപ്രദമാകുന്ന രീതിയിൽ വിജയിപ്പിക്കുമ്പോഴാണ് ആ വിജയം പൂർണ്ണമാകുന്നത്. വിജയത്തിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് ഇവിടെ കീഴടക്കി കഴിഞ്ഞിരിക്കുകയാണ്. നമ്മൾ ഏത് കാര്യത്തിലും വിജയിക്കുമ്പോൾ നമുക്ക് ഏറ്റവും നല്ല വികാരം വിനയത്തിൻ്റെതാണ്. കാരണം അതുപോലെ തന്നെ പരാജയപ്പെടുമ്പോഴുള്ള ഏറ്റവും നല്ല വികാരം ശാന്തതയുടേതാണ്. കാരണം വിജയത്തിൽ നമ്മൾ അമിതമായിട്ട് അഹങ്കരിക്കേണ്ട കാര്യമില്ല, പരാജയത്തിൽ അമിതമായി പരിതപിക്കേണ്ട കാര്യവുമില്ല. കാരണം സക്സസ് ഈസ് നോട്ട് ഫൈനൽ, ഫെയിലിയർ ഈസ് നോട്ട് ഫെയ്റ്റൽ. അപ്പം അതുകൊണ്ട് പക്ഷേ വിജയത്തിൽ നിന്നും പരാജയത്തിൽ നിന്നും നമ്മൾ നേടേണ്ടത് പ്രവർത്തിക്കാനുള്ള ശക്തിയാണ്. രണ്ട് രീതിയിലായാലും പ്രവർത്തനത്തിൻ്റെ ശക്തി നേടിയാൽ കർമ്മണ്യേവാധികാരസ്ഥേ മാ ഫലേഷു കഥാചന എന്നൊക്കെ പറയും പോലെ ആ പ്രവർത്തനത്തിൻ്റെ ശക്തി നേടിയാൽ ആ ഊർജം ഉൾക്കൊള്ളുവാനായിട്ട് നമുക്ക് കഴിയണം. വിജയം നമുക്ക് നൽകേണ്ടത് പ്രവർത്തിക്കാനുള്ള ഊർജമാണ്. പരാജയം നമുക്ക് നൽകേണ്ടത് പരാജയത്തിൻ്റെ കാരണം പഠിക്കാനും ആ പഠനത്തിൽ നിന്ന് കൂടുതൽ പരിശ്രമിക്കാനുമുള്ള ഊർജമാണ്. അപ്പോൾ വിജയമായാലും പരാജയമായാലും അതിൽ നിന്ന് ഊർജം ഉൾക്കൊള്ളുവാനായിട്ട് നമുക്ക് കഴിയണം എന്നുള്ളതാണ് വാസ്തവം. അങ്ങനെ കഴിഞ്ഞാൽ നമുക്ക് ജീവിതത്തിൽ ഒരിക്കലും പരാജയം എന്ന കാര്യം അഭിമുഖീകരിക്കേണ്ടി വരികയില്ല എന്നുള്ളതാണ്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ വിജയത്തിൻ്റെ ഈ പന്ഥാവിൽ നിങ്ങൾ ഈ ആദ്യത്തെ സ്റ്റെപ്പിൽ എത്തി നിൽക്കുമ്പോൾ ഇനിയും വളരെ നിങ്ങളുടെ പ്രവർത്തനത്തിന് ഇപ്പോൾ കിട്ടിയ ആ ഒരു ഗൈഡൻസ് അത് ഉപയോഗിച്ചുകൊണ്ട് ഭാവിയിൽ ഈ രംഗത്ത് ഏറ്റവും മിടുക്കന്മാരായ ഏറ്റവും നല്ല പ്രൊഫഷണൽസായിട്ട് മാറാനുള്ള ഒരു പരിശ്രമം വേണം. പ്രൊഫഷണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ പേഴ്സൺ ഇൻ പൊസഷൻ ഓഫ് സ്പെഷ്യലൈസ്ഡ് നോളജ് ആൻഡ് വില്ലിംഗ് ടു യൂസ് ഇറ്റ് ഫോർ ദ സൊസൈറ്റി എന്നാണ് അതിൻ്റെ നിർവചനം. എല്ലാവർക്കും ഒരു സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഒരു അറിവ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ആ അറിവ് എങ്ങനെ സമൂഹത്തിന് നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും എന്ന് ചിന്തിക്കുന്നവരാണ് പ്രൊഫഷണൽസ്. അപ്പം അങ്ങനെയുള്ള ഒരു പ്രൊഫഷണലായിട്ട് അങ്ങനെയുള്ള ആളുകളെയാണ് സമൂഹത്തിന് വളരെയധികം ആവശ്യം. അവരാണ് സമൂഹത്തിൽ യഥാർത്ഥത്തിൽ വിജയിക്കുന്നത്. നമ്മുടെ പ്രശസ്തനായ ശാസ്ത്രജ്ഞൻ ആൽബർട്ട് ഐൻസ്റ്റൈൻ അദ്ദേഹം വിജയത്തെക്കുറിച്ച് പറയുണ്ടായി, സക്സസ് ഈസ് ടു ബി മെഷേർഡ് നോട്ട് ഇൻ ടേംസ് ഓഫ് അക്യൂമുലേഷൻസ് ബട്ട് ഇൻ ടേംസ് ഓഫ് കോൺട്രിബ്യൂഷൻസ് എന്ന്. അപ്പോൾ നമ്മൾ ഈ വിജയം അളക്കേണ്ടത് അക്യൂമുലേഷൻസ് നോക്കിയല്ല, കോൺട്രിബ്യൂഷൻസ് നോക്കിയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കോൺട്രിബ്യൂഷൻസ് നടത്താനായിട്ട് സമൂഹത്തിന് അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് തനിക്കും നല്ല സംഭാവനകൾ നൽകുവാനായിട്ടുള്ള ഊർജവും കഴിവും നൈപുണ്യം നേടുക എന്നുള്ളതാണ് വിദ്യാഭ്യാസം. വിദ്യാഭ്യാസം എന്ന് പറയുന്നത്
അറിവ് നേടൽ മാത്രമല്ല, എഡ്യൂക്കേഷൻ ഈസ് നോട്ട് ദ ഫില്ലിംഗ് ഓഫ് എ വെസൽ ബട്ട് ദ കിൻഡ്ലിംഗ് ഓഫ് എ ഫ്ലെയിം എന്ന് പ്ലേറ്റോ പണ്ട് എഴുതി വെച്ചതാണ്. അപ്പോൾ ബി എ ലാംബ് അൺ ടു യുവർ സെൽഫ് എന്ന് ബുദ്ധ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഈ വിദ്യാഭ്യാസത്തിലൂടെ നമ്മുടെ മനസ്സിൽ എങ്ങനെ വെളിച്ചം കത്തിക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് വിദ്യാഭ്യാസത്തിൻ്റെ പരമമായ ലക്ഷ്യം. അത് നമ്മുടെ തലച്ചോറിൽ അറിവ് നിറയ്ക്കുന്ന ഒരു പ്രക്രിയയല്ല. ഈ അറിവ് പ്രയോജനപ്രദമാവണമെങ്കിൽ അതൊരു വെളിച്ചമായി മാറണം. ആ വെളിച്ചം നമ്മൾ പോകുന്നിടത്തെല്ലാം വിളക്ക് കൈവശമുള്ളവനെങ്ങും വിശ്വം ദീപമയം, വെണ്മ മനസ്സിൽ വിളങ്ങിന ഭദ്രന് മേന്മേൽ അമൃതമയം എന്ന് പറഞ്ഞതുപോലെ നമ്മൾ പോകുന്ന ഏത് സ്ഥലത്തും നമുക്ക് ചുറ്റുപാടും ആ വെളിച്ചം പരത്താനായിട്ട് സാധിക്കണം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ മാത്രമേ വിദ്യാഭ്യാസം അതിൻ്റെ ലക്ഷ്യം പൂർണ്ണമാക്കുന്നുള്ളൂ. അപ്പോൾ അത് ഇൻ്റലക്റ്റ് മാത്രമല്ല വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. ഇൻ്റലക്റ്റ് അതിൻ്റെ ഒരു ചെറിയ ഭാഗം മാത്രമേ ആകുന്നുള്ളൂ. ഈ ഇൻ്റലക്റ്റിനോടൊപ്പം തന്നെ എഡ്യൂക്കേറ്റിംഗ് ദ മൈൻഡ് വിത്തൗട്ട് എഡ്യൂക്കേറ്റിംഗ് ദ ഹാർട്ട് ഈസ് നോ എഡ്യൂക്കേഷൻ അറ്റ് ഓൾ എന്നാണ് അരിസ്റ്റോട്ടിൽ പറഞ്ഞത്. നമ്മൾ മൈൻഡ് മാത്രം, അതായത് ഇൻ്റലക്റ്റ് മാത്രം നമ്മൾ പരിപോഷിപ്പിച്ചാൽ ഈ ഹാർട്ട് എന്നത് വളരുന്നില്ലെങ്കിൽ അത് വിദ്യാഭ്യാസമേ ആവുന്നില്ല എന്ന് പറയാറുണ്ട്. വിദ്യാഭ്യാസത്തിന് അപ്പോൾ പല ഡയമെൻഷൻസ് ഉണ്ട്. അപ്പോൾ നല്ലൊരു പ്രൊഫഷനിലാവണമെങ്കിൽ നമുക്ക് അറിവ് അല്ലെങ്കിൽ ഇൻ്റലക്റ്റ് മാത്രം ഉദ്ദീപിപ്പിച്ചാൽ പോരാ. അതോടൊപ്പം തന്നെ മനുഷ്യൻ്റെ ഹാർട്ട് അത് ശരിയായ രീതിയിൽ ഉപയോഗിക്കാനുള്ള ആ മനസ്സിൻ്റെ ഒരു ഒരുക്കം അത് ഒക്കെ വികസിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ്. എങ്കിൽ മാത്രമേ വിദ്യാഭ്യാസം ലഭിക്കുന്നുള്ളൂ. അല്ലെങ്കിൽ പണ്ട് നഥാനിയൽ ഹോത്തോൺ ഒരു കഥയിൽ എഴുതി വെച്ചതുപോലെ അൺപാർഡനബിൾ സിൻ ആണ് അദ്ദേഹം ആ കഥയിൽ നിർവചിച്ചത്. അദ്ദേഹം പറഞ്ഞത് ഇറ്റ് ഈസ് ദ എക്സസീവ് ഡെവലപ്മെന്റ് ഓഫ് മൈൻഡ് വിത്തൗട്ട് കറസ്പോണ്ടിങ് ഡെവലപ്മെന്റ് ഓഫ് ഹാർട്ട് വിച്ച് ഡിസ്റ്റർബ്സ് ദ കൗണ്ടർ പോയിസ് ബിറ്റ്വീൻ മൈൻഡ് ആൻഡ് ഹാർട്ട് എന്നാണ്. എക്സസീവ് ഡെവലപ്മെന്റ് ഓഫ് മൈൻഡ് വിത്തൗട്ട് കറസ്പോണ്ടിങ് ഡെവലപ്മെന്റ് ഓഫ് ഹാർട്ട് ഈസ് നോ എഡ്യൂക്കേഷൻ ബിക്കോസ് ഇറ്റ് ക്യാൻ ഡിസ്റ്റർബ് ദ കൗണ്ടർ പോയിസ് ബിറ്റ്വീൻ മൈൻഡ് ആൻഡ് ഹാർട്ട്. അപ്പോൾ പൂർണ്ണ തരത്തിലുള്ള വ്യക്തികളെ വികസിപ്പിക്കാൻ, വ്യക്തിത്വ വികാസം നേടാൻ, അപ്പോൾ ആ രീതിയിലുള്ള ഒരു പ്രവർത്തനം, ആ രീതിയിലുള്ള ഒരു സമീപനം, വിദ്യാഭ്യാസത്തെക്കുറിച്ച് യഥാർത്ഥമായിട്ടുള്ള സമീപനം കൂടി നമ്മൾ ഏത് പ്രൊഫഷണലും, അത് മെഡിക്കൽ പ്രൊഫഷനിലാവട്ടെ, എഞ്ചിനീയർ ആവട്ടെ, ഏത് പ്രൊഫഷനിലാണെങ്കിലും വിദ്യാഭ്യാസത്തെക്കുറിച്ചുള്ള ശരിയായ സമീപനത്തോടെ അതിനെ സമീപിച്ചാൽ മാത്രമേ അതുകൊണ്ട് പ്രയോജനമുണ്ടാവുകയുള്ളൂ. അപ്പം നിങ്ങൾക്ക് ഇനിയും വിദ്യാഭ്യാസത്തിൻ്റെതായ വളരെ വലിയ ഒരു പാത തരണം ചെയ്യാനുണ്ട്. അറിവ് എന്ന് പറയുന്നത് നമുക്കറിയാം വളരെ മനുഷ്യൻ്റെ അറിവ് തന്നെ വളരെ പരിമിതമാണ്. അറിവിനെക്കുറിച്ച് നമ്മൾ വളരെ വിനയത്തോടെ സമീപിക്കേണ്ടതാണ്. കാരണം മനുഷ്യവംശം ഉണ്ടാക്കിയിരിക്കുന്ന അറിവ് തന്നെ ഈ പ്രാപഞ്ചികമായിട്ടുള്ള സങ്കീർണതയുമായിട്ട് നോക്കുമ്പോൾ വളരെ പരിമിതമാണ്. ആ പരിമിതമായ മനുഷ്യനുണ്ടാക്കി വെച്ച ആ അറിവിൻ്റെ ഒരു വളരെ ചെറിയൊരു അംശം മാത്രമാണ് ഏത് വ്യക്തിക്കും ഒരു ജീവിതകാലം കൊണ്ട് നേടാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അറിവ് എന്ന് പറയുന്നത് അതുകൊണ്ട് ഒരിക്കലും ഒരു പ്രൈഡ് അല്ല മനുഷ്യന് ഉണ്ടാകേണ്ടത്. കൂടുതൽ അറിയുന്തോറും മനുഷ്യൻ കൂടുതൽ വിനയമുള്ളവനായിട്ടാണ് മാറേണ്ടത്. അപ്പോൾ അതാണ് അറിവിൻ്റെ ഒരു പ്രധാനപ്പെട്ട ലക്ഷണം. പ്രൈഡ് എന്ന് പറയുന്നത് ഷേക്സ്പിയർ പണ്ട് പ്രൗഡായിട്ടുള്ള ഒരാളെ കുറിച്ച് പറഞ്ഞത് ആംഗ്രി എയ്പ്പ് എന്നാണ്. ബട്ട് പ്രൗഡ് മാൻ dressed in a little brief authority, most ignorant of what he is most assured, his glassy essence, like an angry ape, plays such fantastic tricks before high heaven as make the angels weep എന്ന് ഷേക്സ്പിയർ എഴുതി വെച്ചു. അപ്പോൾ ഒരു ആംഗ്രി എയ്പ്പ് ആണ് ഈ പ്രൗഡായിട്ടുള്ള ഒരു ഇൻഡിവിജ്വൽ എന്നാണ് പറയുന്നത്. പ്രത്യേകിച്ച് അറിവ് എന്ന് പറയുന്നത് എപ്പോഴും ആളുകളെ കൂടുതൽ താഴ്മയുള്ളവരാക്കും. അതേ രീതിയിൽ അറിവിനെ അതിൻ്റെ അറിവ്, മനുഷ്യ സമൂഹത്തിൻ്റെ അറിവ് എവിടെയാണ് പ്രാപഞ്ചിക റിയാലിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുമ്പോൾ എവിടെയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് കൂടുതൽ അറിവ് നേടുന്നതോടൊപ്പം തന്നെ ആ അറിവിനെ കൂടുതൽ സമൂഹത്തിനും ലോകത്തിനും ഫലപ്രദമായിട്ട് എങ്ങനെ ഉപയോഗിക്കാൻ കഴിയും എന്നുകൂടി അങ്ങനെ ചിന്തിക്കാൻ കഴിയുന്ന ഉയർന്ന തരത്തിലുള്ള ചിന്തയുള്ള വ്യക്തിത്വങ്ങളെ വാർത്തെടുക്കുവാൻ നിങ്ങളുടെ ഇനിയുള്ള പ്രൊഫഷണൽ ജീവിതം നിങ്ങളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്നാണ് ഈ അവസരത്തിൽ ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാനുള്ളത്. ഇവിടെ നിങ്ങളുടെ മാതാപിതാക്കന്മാരെല്ലാം വളരെയധികം സന്തോഷത്തോടെ ഇവിടെയുണ്ട്. അവർ നിങ്ങൾക്ക് നല്ല അവസരങ്ങൾ പ്രദാനം ചെയ്തു. പണ്ട് ഖലീൽ ജിബ്രാൻ പറഞ്ഞിട്ടുണ്ട്,
Your children are not your children. They are the sons and daughters of life longing for itself. They come through you but not from you. And though they are with you, yet they do not belong to you. You may give them your love but not your thoughts, because they have their own thoughts. You may house their bodies but not their souls, because their souls dwell in the house of tomorrow, which you cannot visit, not even in your dreams എന്നാണ് ജിബ്രാൻ എഴുതി വെച്ചത്. അതുകൊണ്ട് ഈ പുതിയ തലമുറ അവർക്ക് അവരുടേതായ ചിന്തകളും സ്വപ്നങ്ങളും ആശയങ്ങളും അതോടൊപ്പം തന്നെ പ്രതീക്ഷകളുമുണ്ട്. അവർ ഇന്നത്തെക്കാളും നല്ല ലോകത്തെ നാളെ സൃഷ്ടിക്കുവാൻ, ഇന്നത്തെ സമൂഹത്തിനേക്കാളും നല്ല സമൂഹത്തെ ഈ ഭൂമിയിൽ സൃഷ്ടിക്കുവാനുള്ള പ്രവർത്തനത്തിൽ മുന്നോട്ട് പോകേണ്ടവരാണ്, അതിന് നേതൃത്വം നൽകേണ്ടവരാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഉയർന്ന ചിന്താഗതി പുലർത്തിക്കൊണ്ട് അടുത്ത തലമുറയെ കൂടുതൽ മനോഹരമായ ഒരു സമൂഹ സൃഷ്ടിക്ക് വേണ്ടിയിട്ട് സജ്ജമാക്കുക എന്ന പ്രക്രിയ അത് വളരെ നല്ല രീതിയിൽ ഇനി ഇവരുടെ വിദ്യാഭ്യാസം വഴി പൂർത്തിയാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. ഒരിക്കൽ കൂടി ടാഗോർ വിദ്യാഭ്യാസത്തെക്കുറിച്ച് എഴുതി, വെയർ ദ മൈൻഡ് ഈസ് വിതൗട്ട് ഫിയർ ആൻഡ് ദ ഹെഡ് ഈസ് ഹെൽഡ് ഹൈ, വെയർ നോളജ് ഈസ് ഫ്രീ, where the world has not been broken up into fragments by narrow domestic walls, where words come out from the depth of truth, where tireless striving stretches its arms towards perfection, where the clear stream of reason has not lost its way into the dreary desert sand of dead habit. Into that heaven of freedom, my father, let my country awake എന്ന് കവി പ്രാർത്ഥിക്കുകയുണ്ടായി. അപ്പോൾ ഈ വിദ്യാഭ്യാസം കഴിയുമ്പോൾ നിങ്ങളെല്ലാം അങ്ങനെ ഒരു സ്വാതന്ത്ര്യത്തിൻ്റെ സ്വർഗത്തിലേക്ക് ഉയരണം എന്നുള്ളതാണ് ഞങ്ങൾക്കെല്ലാം ആഗ്രഹം. നിങ്ങൾക്ക് അതോടൊപ്പം തന്നെ ഈ അറിവിൻ്റെ കൂടെ തന്നെ ജീവിതത്തിലെ പണ്ട് ഒരു വലിയൊരു ഡോക്ടർ ഉണ്ടായിരുന്നു, അദ്ദേഹം വലിയൊരു കഥാകൃത്തും കൂടിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് ചെക്കോവ്, ആന്റൺ ചെക്കോവ് എന്നാണ് പേര്. അദ്ദേഹം റഷ്യൻ ഡോക്ടറായിരുന്നു, ഒരു വലിയ ലോകത്തിൽ തന്നെ വലിയൊരു കഥാകൃത്തായിരുന്നു. അപ്പോൾ അദ്ദേഹം ഒരിക്കൽ എഴുതി വെച്ചു, എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മെഡിസിൻ ഈസ് മൈ ലോഫുൾ വൈഫ്, ലിറ്ററേച്ചർ ഈസ് മൈ മിസ്ട്രസ്, ആൻഡ് സോ ഐ ഷെയർ ടൈം ഫോർ ബോത്ത് ആൻഡ് ബോത്ത് ഡു നോട്ട് ലൂസ് എനിത്തിങ് ബിക്കോസ് ഓഫ് ദിസ് എന്ന് എഴുതുകയുണ്ടായി. ഇപ്പം മെഡിസിൻ ലോഫുൾ വൈഫായിരിക്കുമ്പോൾ തന്നെ ലിറ്ററേച്ചറിനെയാണ് അദ്ദേഹം മിസ്ട്രസ് ആക്കിയത്. അപ്പോൾ ലിറ്ററേച്ചർ അതുപോലെ നിങ്ങൾക്കും ഈ മെഡിസിൻ എന്ന മേഖലയിൽ വളരെ ഉന്നത തലത്തിലെത്താനായിട്ട് പരിശ്രമിക്കുമ്പോഴും തീർച്ചയായിട്ടും നിങ്ങളുടേതായ മറ്റ് താല്പര്യമുള്ള മേഖലകൾ കൂടി കണ്ടെത്തണം. അങ്ങനെ കണ്ടെത്തി ആ മേഖലയിൽ കൂടി അങ്ങനെ ഒരു മൾട്ടി ഫാസറ്റഡ് ആയിട്ടുള്ള വ്യക്തിത്വം വികസിപ്പിക്കാനായിട്ട് സാധിച്ചാൽ തീർച്ചയായിട്ടും അത് നിങ്ങളുടെ പ്രൊഫഷണൽ ഗ്രോത്തിന് തന്നെ വളരെയധികം സഹായിക്കുമെന്നാണ് തോന്നുന്നത്. അപ്പോൾ ആ രീതിയിൽ നിങ്ങളുടെ ഇഷ്ടമുള്ള പാഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ക്രിയേറ്റീവായിട്ടുള്ള പാഷൻ കണ്ടുപിടിക്കുക, അതുകൂടി വളർത്തിയെടുക്കുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ പ്രൊഫഷണലിൽ ഏറ്റവും നല്ല പ്രൊഫഷണലായിട്ട് മാറാനായിട്ട് ശ്രമിക്കുക. എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഈ സ്ഥാപനത്തിനെ ഒരിക്കൽ കൂടി അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു. നിങ്ങൾക്ക് നമസ്കാരം. സനം കല്ലടി ഈ വർഷത്തെ നീറ്റ് എക്സാമിൽ 710 മാർക്കും ദേശീയ തലത്തിൽ 179 റാങ്കും കരസ്ഥമാക്കിയത് സനം കല്ലടിയാണ്. പാലക്കാട് സ്വദേശിയായ ബിസിനസ്മാൻ VK കുഞ്ഞിമോന്റെയും സെമീറ MKയുടെയും മകളായ ഈ വിദ്യാർത്ഥിയെ 2 ലക്ഷം രൂപ ക്യാഷ് പ്രൈസും ഗോൾഡ് മെഡലും മെമന്റോയും നൽകി ആദരിക്കുന്നു. സനം കല്ലാടി, നീറ്റ് സ്കോർ 710, നീറ്റ് റാങ്ക് 179. സനം കല്ലാടിക്ക് ലഭിക്കുന്നു 2 ലക്ഷം രൂപയും ഗോൾഡ് മെഡലും മെമന്റോയും. ഖദീജത്ത് നസ്ല ഇബ്രാഹിം, ഓൾ ഇന്ത്യ റാങ്ക് 453, നീറ്റ് മാർക്ക് 706, ലഭിക്കുന്നു 25,000 രൂപ ക്യാഷ് പ്രൈസും ഗോൾഡ് മെഡലും മെമന്റോയും. എൽഫ്രഡ് എൽദോ, ഓൾ ഇന്ത്യ റാങ്ക് 1480, നീറ്റ് സ്കോർ 700, ലഭിക്കുന്നു 5,000 rupees ക്യാഷ് പ്രൈസും ഗോൾഡ് മെഡലും മെമന്റോയും. മുഹമ്മദ് സിനാൻ കെ, നീറ്റ് റാങ്ക് 1501, നീറ്റ് സ്കോർ 700, ലഭിക്കുന്നു 5,000 rupees ക്യാഷ് പ്രൈസും ഗോൾഡ് മെഡലും മെമന്റോയും. ഷാമിൽ ഷാജി, ഓൾ ഇന്ത്യ റാങ്ക് 1502,
നീറ്റ് സ്കോർ 700 ലഭിക്കുന്നു 5000 rupees ക്യാഷ് പ്രൈസും ഗോൾഡ് മെഡലും മെമന്റോയും. അഞ്ജു പി പിള്ളൈ ഓൾ ഇന്ത്യ റാങ്ക് 1563 നീറ്റ് സ്കോർ 700 ലഭിക്കുന്നു 5000 rupees ക്യാഷ് പ്രൈസ് ഗോൾഡ് മെഡൽ ആൻഡ് മെമന്റോ. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻ സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.